ഞാനൊന്നത് എടുത്ത് സംസാരിച്ചിട്ട് വരാട്ടോ. ജാക്സൺ ചേട്ടൻ എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാനും ഒന്ന് സംസാരിച്ചിട്ട് വരാവേ. ആ ചിന്നൂസേ, നിങ്ങൾ സംസാരിച്ചിട്ട് വായോ. എന്താടാ, എന്തിനാ അവര് വിളിച്ച്? എന്നോട് വേഗം ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വേമ സാർ എന്തോ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. മിക്കവാറും കോൺട്രാക്ട് സൈൻ ചെയ്യാനായിരിക്കും. എന്നോട് മിക്കാര്യം പറയാനാ മിന്നു വിളിച്ചത്. വേഗം ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് മിന്നുമായിട്ട് ഒരുമിച്ച് അവിടെ നിന്ന് കേസ് കൺസെഷനിലേക്ക് പോവാന്നാ പറഞ്ഞു. അതെന്തിനാ നിങ്ങളോട് ഈ കാര്യം പറയുന്നേ? ജാക്സൺ ചേട്ടാ, നിങ്ങളൊരു കാര്യം മറക്കുന്നു. ഞാൻ കിച്ചുവേട്ടൻ്റെയും ഇവ മിന്നുവിൻ്റെയും PA ആണ്. അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ മീറ്റിംഗ്സിന് ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആരവരുടെ കൂടെ പോവാ? ഓ സോറി എൻ്റെ ചിന്നൂസേ, ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഞാൻ പ്രസൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ മറന്നുപോയി. നിങ്ങൾ ഇവൻ മിന്നുവിൻ്റെ PA എന്നുള്ള കാര്യം മറന്നുപോയെന്ന് പറഞ്ഞത് ഓക്കെ, പക്ഷെ നിങ്ങളെന്ത് മനുഷ്യനാടോ? ഒരു ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എന്നെപ്പറ്റി നിങ്ങൾ മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്നതല്ലേ? എന്തുവാ മനുഷ്യത്? നിങ്ങൾക്ക് നാണില്ല എങ്ങനെ പറയാനായിട്ട്? സോറി എൻ്റെ ചിന്നുമോളെ, അറിയാതൊരു അബദ്ധം പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല. എൻ്റെ ദൈവമേ, ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ കാര്യം മറന്നുപോയെന്ന് പറഞ്ഞു ഇനി ഇവളിപ്പോൾ എന്നെ കൊന്നേനല്ലോ. ഓ, ജീവൻ തിരിച്ചു കിട്ടിയത് എൻ്റെ വലിയ ഭാഗ്യം. ആവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് കൊള്ളാം. ഓ ഇല്ല, നിങ്ങൾ വേഗം ചെല്ലാൻ നോക്കുന്ന. എൻ്റെ പൊന്നുമോനെ തരൂ, ഇതിനെ വിളിച്ചോണ്ട് പോയി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ചിനുസേ? പോവാം. ജാക്സൺ ചേട്ടാ, എന്നാ ഞങ്ങൾ പോവാട്ടോ. ഓ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എടാ തരൂ, നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ഞാനങ്ങോട്ട് പൊക്കോളാം. ഒഫീഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഫോമൽ സെറ്റിട്ട് ചെല്ലാനോ കിച്ചുവേട്ടൻ പറഞ്ഞു. അതെങ്ങാനും ഇടാതെ ചെന്ന് കഴിഞ്ഞാൽ കിച്ചുവേട്ടൻ എന്നെ ഓടിച്ചിടും. ആടി, എനിക്കും വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം പോകാനായിട്ട്. എടി ചിന്നു, നിനക്കിതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? നമുക്കിപ്പോഴും കുഞ്ഞുവിൻ്റെ പപ്പ ആരാന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലല്ലോ. നീ പൊട്ട, നീ എവിടെ ശ്രദ്ധിച്ച് കഥ കേൾക്കുമായിരുന്നു? പൊട്ട നിന്റെ കെട്ടിയോൻ. കെട്ടിയനെ തന്നെ പറഞ്ഞേ. ഓ അത് ഞാൻ തന്നെ അറിഞ്ഞല്ലോ അല്ലേ? വേണ്ടായിരുന്നു. എടാ, ഒന്നാമത്തെ കാര്യം മിന്നു ഓൾറെഡി പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ പപ്പ കിച്ചുവേട്ടനാണെന്നുള്ളത്. പിന്നെ അവർ വിശ്വസിക്കാത്തതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നീ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, മിന്നു ഒരു ലെറ്ററിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി മിന്നു സച്ചിൻ്റെ കൂടെ പോയെങ്കിലും തിരിച്ചു വന്നു എന്ന്. മേ ബി അന്നായിരിക്കാം അവർ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കിച്ചുവേട്ടൻ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും എഴുന്നേറ്റിട്ടുണ്ടാവുക. മിന്നു നേരത്തെ എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ വല്ല ലെറ്റർ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടാവും. അതിപ്പോ മിന്നു തലേദിവസം പോണതിന് മുന്നേ എഴുതി വെച്ചിട്ട് പോയ ലെറ്റർ ആയിക്കൂടെ? ഓ എൻ്റെ കാട്ടുമാക്ക, നിനക്ക് ബുദ്ധി കുറവാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ തീരെ ബുദ്ധിയില്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നേ. ചിന്നു നോക്കണ്ട എൻ്റെ മണ്ട. നീ ഓർക്കുന്നുണ്ടോ ജാക്സൺ ചേട്ടൻ അന്ന് ആ ഫെയർവെൽ പാർട്ടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കോളേജിൽ വെച്ച് മിന്നു കിച്ചുവേട്ടനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായ കാര്യം പറഞ്ഞത്? അതിൽ മിന്നു എടുത്തെടുത്ത് കിച്ചുവേട്ടനോട് ചോദിക്കുന്നുണ്ട്, കിച്ചുവേട്ടന് വേറെ ഒന്നും ഓർമ്മയില്ലേ എന്ന്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യമായിരിക്കണം മിന്നു ചോദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മിക്കവാറും ആ ലെറ്റർ മിന്നു പിറ്റേ ദിവസം എഴുതി വെച്ചിട്ട് പോയതായിരിക്കണം. പക്ഷെ ഇതെല്ലാം നമ്മുടെ വെറും അസംഷൻസ് മാത്രമല്ല ചിന്നുസേ, നമ്മുടെ കയ്യിൽ പ്രൂഫൊന്നുമില്ലല്ലോ. പ്രൂഫാണ് പ്രശ്നം. ആ ലെറ്റർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ആ ലെറ്റർ എങ്ങാനും ആ സനൂഷ എടുത്തിട്ടുണ്ടാവോ? അല്ല, അന്ന് രാവിലെ അവൾ കിച്ചൻ്റെ റൂമിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഡൗട്ട്. അവളെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അവളെവിടെ പോയി തപ്പാനാ? അതൊക്കെ നമുക്ക് തപ്പി കണ്ടുപിടിക്കാം, പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും. നമുക്ക് പക്ഷെ അത്രയും ടൈം ഇല്ല നമ്മുടെ മുന്നിൽ. അതാണൊരു പ്രശ്നം. പിന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് മിന്നുനോട് തന്നെ ചോദിച്ചാലോ ഇത് സത്യമാണോ എന്നുള്ളത്. അതിന് ചോദിച്ചാൽ അവള് പറയോ? പറയണം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ലേ, അപ്പം പിന്നെ ബാക്കിയും കൂടി അറിയുന്നതിന് ഇപ്പം എന്താ പ്രശ്നം? ചോദിച്ചാൽ അവള് പറയണം. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ പിന്നെ ഇന്ന് ഓഫീസിൽ നിന്ന് വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം മിന്നുൻ്റെ അടുത്ത്. ഓക്കേടാ, എന്നാ അങ്ങനെ ചെയ്യാം. എന്നാ ശരി ചിന്നുസേ, ഓഫീസിൽ വെച്ച് കാണാവേ. ഓക്കെ, ബൈ. എടാ തരൂ, നീ എവിടെയായിരുന്നു ഇത്ര നേരം? നീ ഓഫീസിൽ പോയില്ലേ? അത് മമ്മി, രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാനായിട്ട്. ആണോ? എന്നാ വേഗം പോവാൻ നോക്ക്. അല്ല മമ്മിയും കൊട്ടിക്കാ? ഞാൻ ഒന്ന് പുറത്ത് പോവാടാ. ശരി, എന്നാ പോയിട്ട് വാ. ഞാൻ എന്നാ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് പോവാൻ നോക്കട്ടെ. നിക്കവിടെ എവിടെയായിരുന്നു ഇത്ര നേരം? നിന്റെ സർക്കിട്ട് മുഴുവൻ കഴിഞ്ഞിട്ട് വരുവാ ഊര് തെണ്ടി. ഓ എൻ്റെ പപ്പ, ഞാൻ ഊര് തെണ്ടാനൊന്നും പോയതല്ല. ഞാൻ ചിന്നുൻ്റെ കൂടെ ജാക്സൺ ചേട്ടനെ ഒന്ന് കാണാൻ പോയതാ. അതെന്തിനാ നീ ജാക്സനെ കാണാൻ പോയേ? അത് പിന്നെ പപ്പ, മിന്നുവിൻ്റെയും ഏട്ടൻ്റെ മെഡിൽ നടന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ജാക്സൺ ചേട്ടനാണല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോയതാ ഞങ്ങൾ. എന്നിട്ട് എന്തായി? അവരുടെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾക്ക് ഇനിയും ക്ലാരിറ്റി വരാനുണ്ട് പപ്പ.
അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടുപിടിച്ചോളാം ഉടനെ. ഇതൊക്കെ നടന്ന് കണ്ടാ മതി. നടക്കുന്നേ, ഞങ്ങളല്ലേ ഇതിന്റെ പുറകെ കണ്ടുപിടിക്കാൻ നടക്കുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞേ. പപ്പ. ശരി ശരി, ചെല്ലാൻ നോക്കൂ. ശരി. അല്ല, ഇനി ഇങ്ങേരെങ്ങാനും ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ചോദിച്ചു നോക്കാം. പപ്പ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? സത്യം പറയണം മിസ്റ്റർ കോശി, നിങ്ങൾ പണ്ട് മമ്മീനെ ലൈനടിച്ച് ഓടിക്കുന്ന സമയത്ത് മമ്മീനെ കാണാൻ മമ്മിയുടെ വീട്ടിൽ മതിലേടി പോയിട്ടില്ലേ? ഇതെങ്ങനെ നീ പറഞ്ഞേ? അവള് പറഞ്ഞു. ഓഹോ, അപ്പൊ പോയിട്ടൊക്കെ ഉണ്ടല്ലേ? അത് പിന്നെ അന്നേരത്തൊരു ചോരത്തണുപ്പിന്. കൊള്ളാം. അല്ല, നിന്നോട് ആരാ പറഞ്ഞ? എന്നോടാരും പറഞ്ഞൊന്നുമില്ല, ഞാൻ ചുമ്മാ എറിഞ്ഞു നോക്കിയതാ. പക്ഷെ പപ്പ കറക്റ്റായിട്ട് കയറി കൊളുത്തി അതിനകത്ത്. ഓ തെണ്ടി, വേണ്ടായിരുന്നു. ഇനിയിപ്പൊ നീയായിട്ട് ഇനി താരോടും പറയാനൊന്നും നിക്കണ്ട കേട്ടോ. തന്തപ്പടി ഇങ്ങനെയാണെങ്കിൽ പിന്നെ മക്കളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുന്നേ? ഈ തന്തയുടെ അല്ലേ വിത്തുകള്, മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എന്താ നീ എന്താ ഈ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഓ ഒന്നുമില്ല, ഞാൻ പോവാ. ശരി എന്നാ. എടാ, നീ അത് ആരോടും പറയല്ലേട്ടോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ താരു, യു ഗോ ആൻഡ് വാച്ച് യുവർ ബിസിനസ് മിസ്റ്റർ തന്തപ്പടി. എന്റെ കർത്താവ്, ഇത് നേരത്താണോ എന്തോ? അത് അന്നേരം ആലോചിക്കണായിരുന്നു. അതെ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനൊന്ന് ചെല്ലാൻ നോക്ക്. ജിസു, ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ ഫയൽസിന്റെ ഒക്കെ പ്രിന്റ് എടുത്തോ? ഇല്ല മാം, നമ്മുടെ ഇവിടുത്തെ പ്രിന്റർ കേടാണ്. വാട്ട്? പ്രിന്റർ കേടാണോ? എന്നിട്ടെന്താ നിങ്ങൾ ആരും ഇതുവരെ ഒന്നും പറയാഞ്ഞത്? അത് നന്നാക്കണ്ടേ? അത് മാം, ഞങ്ങൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആളിന്ന് വരാന്നാ പറഞ്ഞേക്കുന്നത്. ഓ നോ, അപ്പൊ ഞാൻ ഈ തന്ന പേപ്പേഴ്സിന്റെ ഒക്കെ കോപ്പി എങ്ങനെ എടുക്കുക? എനിക്കിത് വേമസാറായിട്ടുള്ള മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുവരേണ്ട പേപ്പേഴ്സാണ്. അത് മാം, ഞാനിപ്പോൾ പുറത്ത് പോയി എടുത്തിട്ട് വരാം. ജിസു, എന്നാൽ വേഗം പോയിട്ട് വായോ. ഓക്കെ മാം. അയ്യോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയെന്നോ? ഐ എം റിയലി സോറി, ഞാൻ കണ്ടില്ല പെട്ടെന്ന്. കുട്ടി എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം ഓൾറൈറ്റ്. ഐ എം സോറി. താനെന്തിനാണ് സോറി പറയുന്നത്? ഞാനല്ലേ സോറി പറയണ്ടേ? ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം ഓൾറൈറ്റ്, താങ്ക് യു. ഉറപ്പല്ലേ? ഉറപ്പാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം ഓക്കെ. ഓക്കേടാ, തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്നാ. സർ പൊക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, ശരിടാ എന്നാ. സൂക്ഷിച്ചൊക്കെ പോട്ടോ ഇനി. ഓക്കെ സർ. മാം, ഇതാ മാം ഫയൽസിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ കോപ്പി. ഓക്കെ ജിസു, താങ്ക് യു. തരൂ, നീ വന്നോ? നമുക്കൊന്ന് ഇറങ്ങിയാലോ? ജുവൽ, ഇറങ്ങാം. എടി, നീ പോയിട്ട് എന്താടി ലേറ്റ് ആയത് വരാൻ? അതൊന്നും പറയണ്ടെന്ന് ജെനി, ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അയ്യോ, ആക്സിഡൻറ്റോ? എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് വണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയി. എന്നെ വണ്ടി ഇടിച്ചൊന്നുമില്ല. പിന്നെ വണ്ടി ഓടിച്ചിരുന്ന ചേട്ടനായാലും ഒരു പാവം ചേട്ടനായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ശരിക്കും എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. പക്ഷെ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ ഭാഗത്താണ്, ചേട്ടൻ ശ്രദ്ധിക്കാണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അത് സോൾവ് ആക്കി. ചേട്ടനോ? ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പ്രായം കാണും? യങ് ആണ് ആള്. മാരീഡ് അല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ, കാണാൻ എങ്ങനെയാ? കാണാനൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. എന്നാ പിന്നെ നമ്പർ വാങ്ങിക്കാറില്ല നിനക്ക്? പിന്നെ കാണുമ്പോൾ തന്നെ എങ്ങനെ ഒരാളുടെ നമ്പർ വാങ്ങിക്കുന്നത്? ഞാനൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചാനെ. അതെനിക്കറിയാം, നീ അതും ചെയ്യാനപ്പുറം ചെയ്യുന്നു. എടി, വണ്ടി ഇടിച്ചില്ലെങ്കിലും നിനക്ക് പിന്നീട് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് വിചാരിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ നമ്പറെങ്കിലും ഒന്ന് വാങ്ങിച്ചു വെക്കാറുന്നില്ലേ? അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓ, ഇവളൊക്കെയുണ്ട്. എടി ജിസു, നിനക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ആളുടെ നമ്പർ ഒപ്പിക്കാറുന്നല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. നീ വെറുതെ കിട്ടിയ ചാൻസ് കളഞ്ഞു. ഞാനൊക്കെ ആണെങ്കിൽ അത് അപ്പോഴേ വാങ്ങിച്ചു വെച്ചാനെ. ഞാൻ നിന്നെപ്പോലെ ഒരു കോഴിയല്ല. നീ പോയി നിന്റെ ബാക്കി വർക്ക്സ് ചെയ്യാൻ നോക്കി. ഓ, ഇവളോട് പറയുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഹായ്, വി ആർ കമ്മിങ് ഫ്രം ANG കൺസ്ട്രക്ഷൻസ്. ഞങ്ങളോട് ഇവിടെ വേമസാറായിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ സർ, നിങ്ങളോട് അകത്തേക്ക് ചെന്നോളാൻ പറഞ്ഞിട്ടോ. ഓക്കെ, താങ്ക് യു. തരൂ, നീ എന്നാ ഇവിടെ നിൽക്കട്ടോ. ഞാൻ വേമസാറിനൊന്ന് പോയി കണ്ടിട്ട് കോൺട്രാക്റ്റിൻ്റെ ഒരു കാര്യം സംസാരിച്ചിട്ട് വരാവേ. ജുവൽ, ഓക്കെ.
കൊള്ളാം ഓഫീസൊക്കെ. വേമസാറിനെ കൊണ്ട് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് മിന്നു എന്താ എവിടെ നിൽക്കുന്നേ? ജ്വൽ മാം, മാം. ഇവൻ എന്നെയാണ് ഈ മാം എന്ന് വിളിക്കുന്നത്. ഇവനിതെന്താ പറ്റിയേ? മാം വേമസാറിനെ കണ്ട് സംസാരിച്ചോ? ഇല്ല, വേമസാർ ഇതുവരെ വന്നിട്ടില്ല. ഓ ആണോ? ജ്വൽ മാം വന്നിട്ട് എന്താ എവിടെ നിൽക്കുന്നത്? ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു മാം? ഓ, ഇവൻ മിന്നുവാന്ന് വിചാരിച്ചാണല്ലോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ. ആ, വല്ലപ്പോഴൊക്കെ റെസ്പെക്റ്റ് സംസാരിക്കുള്ളൂ എന്നങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ, തിരുത്താൻ നിൽക്കണ്ട. അത് ഞാനിവിടെ കുറച്ച് ഫയൽസ് നോക്കി നിന്നതാണ്. ഇവിടത്തെ ഫയൽസ്, നമ്മുടെ ഫയൽസ് എൻ്റെ കയ്യിലുണ്ട് മാം. മാം ഇവിടെ ഏത് ഫയൽസ് നോക്കിയാ നിന്നത്? ഓ, അത് ഞാൻ ഇവരുടെ ഫയൽസ് നോക്കിയാ നിന്നത്. അല്ല മാം. തരൂ. ജുവൽ മാം, അപ്പൊ ഇത് ചിന്നു, നീ, നിങ്ങൾ രണ്ടുപേരും എന്താ ഒരേപോലെ ഡ്രസ് ചെയ്തേക്കുന്നേ? ചിന്നു, സോറി. നീ എന്താടി എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നേ? അത് പിന്നെ മിന്നു ഒഫീഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ട് കിച്ചൺ എൻ്റെ അടുത്ത് ഫോമൽസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് നോക്കിയിട്ട് ഫോമൽസ് ഒന്നും കാണുന്നില്ല. അതാ പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ച് നിൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് വന്നേ. സോറി. എൻ്റെ ഡ്രസ്സ് ഇടുന്നതിന് ഒരു പ്രശ്നവുമില്ല, പക്ഷെ വേറെ എന്തോരം കളേഴ്സ് ഫോമൽസ് അവിടെ ഉണ്ടായിരുന്നടി. നിനക്ക് ഈ കളറ് മാത്രമേ കിട്ടിയുള്ളൂ ഇടാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ എക്സാക്ട് കോപ്പി പോലെയാണ് നീ ഇരിക്കുന്നത്. മുടി പോലും ഒരേപോലെ കെട്ടിവെച്ചേക്കുന്നത്. എന്തു ആടി ചിന്നു ഇത്? അത് പിന്നെ എനിക്കറിയില്ലല്ലോ നീ ഈ കളർ ഇട്ടേക്കുന്നതെന്നും മുടി ഇങ്ങനെ കെട്ടിയേക്കുന്നതെന്നും. നീ പോയി കഴിഞ്ഞല്ലേ ഞാൻ എഴുന്നേറ്റേ. ഞാൻ പിന്നെ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ നോക്കി കെട്ടിയെന്നുള്ളൂ. ആഹാ, കൊള്ളാം. അല്ലെങ്കിലേ നിങ്ങൾ ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ഇതിപ്പോൾ ഒരേപോലെ ഡ്രസ്സ് വിട്ട് ഒരേപോലെ മുടിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ സ്വന്തം പപ്പയ്ക്കും മമ്മയ്ക്കും പോലും നിങ്ങളെ വേർതിരിച്ചറിയാൻ പറ്റില്ല. അടിപൊളി. നിങ്ങളെന്നാ ഇവിടെ നിൽക്കുക, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എന്നിട്ട് മുടിയൊന്ന് വേറെ രീതിയിൽ കെട്ടിയിട്ട് വരാം. ആ ശരി ജുവൽ. എന്നാ പിന്നെ ഞാനും വന്ന് അങ്ങോട്ടേക്ക്. നിക്കടി അവിടെ. നീ എന്താണ് ഞാൻ നിന്റെ മാമിനോട് സംസാരിച്ചപ്പോൾ തിരിച്ചൊന്നും പറയാഞ്ഞത്? നിനക്കെന്താ പറഞ്ഞുവിടായിരുന്നോ നീ മിന്നു അല്ല ചിന്നുവാന്ന്? അല്ല, അത് പിന്നെ വല്ലപ്പോഴൊക്കെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു അങ്ങനെ തന്നെ വിളിച്ചോട്ടെ, സംസാരിച്ചോട്ടേന്ന്. എന്താ പിന്നെ ഒന്നും പറയാഞ്ഞേ? ആഹാ, ആണല്ലേ. നിന്നെ ഞാനുണ്ടല്ലോ എന്ന്. അയ്യോ, തരുവിൻ്റെ കൈ വിടുവിടുതേ. ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്നു, ഇത് ഓഫീസാണ്. തൽക്കാലത്തേക്ക് ഓഫീസ് ആയതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. പിന്നെ എടുത്തോളാം നിന്നെ ഞാൻ. ഓ പിന്നെ എടുക്ക, ഇങ്ങോട്ട് പാടാ. എടി തരൂ, ദേ ഓഫീസ്, ആൾക്കാർ. ഇപ്പൊ നീ ഇതിന്റെ പേരും പറഞ്ഞ് രക്ഷപ്പെട്ടു, പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഓ ശരി സർ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിനക്കെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാനും മിന്നു ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഞാനാണെന്ന് വിചാരിച്ച് മിന്നുവിൻ്റെ അടുത്ത് വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാൻ സംസാരിക്കുകയെല്ലാം ചെയ്യുമോടാ? അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഒരബദ്ധമൊക്കെ ആർക്കായാലും പറ്റില്ലേ. ഇനി അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, ഉണ്ടാവില്ല. ഉണ്ടാവാതിരുന്ന നിനക്ക് കൊള്ളാം. അല്ല, നീ ഇവിടെ എന്തെടുത്ത് നിൽക്കുമായിരുന്നു? ആ, അതെൻ്റെ അടുത്ത് കിച്ചുവേട്ടൻ അവിടെ വാഷ്റൂം ഏരിയയുടെ അവിടെ ആയിട്ട് വെയിറ്റ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് എന്തോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പെട്ടെന്നൊരു ഫയലിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ അത് നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓ ആണോ? എന്നിട്ട് കിച്ചുവേട്ടൻ എന്തേ? കിച്ചുവേട്ടൻ ജാക്സൺ ചേട്ടൻ വിളിച്ചിട്ട് മീറ്റിംഗ് റൂമിലേക്ക് എന്തോ കാര്യത്തിന് പോയതാ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആണോ? എന്നാ നമുക്ക് പോയി നോക്കാം. ചിലപ്പോൾ കിച്ചുവേട്ടനോട് നിന്നെ അന്വേഷിച്ച് നടക്കുമായിരിക്കും. ഓ അത് ശരിയാ, ഞാൻ ഓർത്തില്ല പെട്ടെന്ന്. വാ നമുക്ക് പോയി നോക്കാം. ആ ചിന്നുസേ, നീ ഇതെവിടെ പോയിരുന്നു? ഞാൻ നിന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞില്ലേ? ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഞാൻ എന്നെ നടക്കതെങ്കേ. നീ ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. എനിക്ക് പറയാനുള്ള മാത്രം നീ ഒന്ന് കേട്ടാൽ മതി. അത് പിന്നെ ചിന്നുസേ, നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല. ഐ എം റിയലി സോറി. എനിക്കിപ്പോഴും മിന്നുവിനെയാണ് ഇഷ്ടം. നിനക്കറിയാലോ പണ്ട് ഞങ്ങൾ റിലേഷനിലായിരുന്ന കാര്യം. എനിക്കിപ്പോഴും അവളെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞുനാളെ തൊട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാടാ അവളെ. അത് അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലടാ. പിന്നെ കുഞ്ഞുൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം പണ്ടേ നടക്കേണ്ടതായിരുന്നു. അത് നിനക്കറിയാലോ. പക്ഷേ എപ്പോഴായാലും ഈ കിച്ചു ആരെങ്കിലും ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മിന്നുവിനെ മാത്രമായിരിക്കും. ആ സ്ഥാനത്ത് വേറെ ആരെയും കാണാൻ എനിക്ക് കഴിയില്ലടാ. കർത്താവേ, എടാ തരൂ,
കിച്ചുവേട്ടൻ ഞാനാണെന്ന് വിചാരിച്ച മിന്നുവിനോട് അറിയാതെ ഒരു ലവ് കൺഫെഷൻ അല്ലേ ആ നടത്തുന്നേ? ഒന്നും മിണ്ടാതിരിക്കുക പെണ്ണെ, കേൾക്കട്ടെ. അതുകൊണ്ട് നീ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം ചിന്നു. എനിക്കതിന് പറ്റില്ല. കാരണം മമ്മിയുടെ സ്റ്റാൻഡ് നിനക്കറിയാലോ. മമ്മി തരൂനായാലും മരിച്ചളയുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചേ. അതുകൊണ്ട് എനിക്കായാലും ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ് എൻ്റെ വീട്ടിൽ. പക്ഷേ നിനക്കാണെങ്കിൽ വീട്ടിൽ പറയാലോ നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ചിന്നൂസേ. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നത്, എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണോടാ. ആഹാ, അടിപൊളി. എത്ര മനോഹരമായ കാഴ്ച. കിച്ചുവേട്ടൻ അന്നോളം പ്രപ്പോസ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇന്നറിയാതെയാണെങ്കിലും ഇങ്ങനൊരു സീൻ കാണാൻ പറ്റിയല്ലോ. എനിക്കിഷ്ടമായത്. ഇത്രയും നാളും മിന്നുവിൻ്റെ അടുത്ത് മിണ്ടാതെ നടന്ന നാളാ ഇപ്പം ചെന്നിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. അയ്യോ, അത് ഞാനല്ല മിന്നുവാണെന്നറിയുമ്പോൾ കിച്ചേൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ എന്തോ. എൻ്റെ പൊന്ന് ചിന്നൂസൊന്നും മിണ്ടാതിരിക്കും, ബാക്കി കേൾക്കട്ടെ. പിന്നെ നിനക്കായാലും തരൂനെയാണ് ഇഷ്ടം എന്നും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നും എനിക്കറിയാം. ഈശോയെ, തീർന്നു. അറിയാതെയാണെങ്കിലും കിച്ചുവേട്ടൻ എനിക്കിട്ട് പണി വെച്ചല്ലോടാ. മിന്നുവിനോട് ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അവളെങ്ങാനും വന്ന് ചോദിച്ചാൽ ഞാൻ എന്താടാ പറയാ? എൻ്റെ ചിന്നു, അത് അപ്പോഴത്തെ കാര്യമല്ലേ, അത് അപ്പം നമുക്ക് നോക്കാം. നീ ഇപ്പോൾ ഒന്നും മിണ്ടാതിരുന്നേ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നിന്റെ അടുത്തല്ലല്ലോ അവൾ എൻ്റെ അടുത്തല്ലേ വന്ന് ചോദിക്കുക. അയ്യോ കർത്താവേ, ഞാൻ ഇനി എന്ത് പറയോ എന്തോ. ചിന്നു. ഓ ശരി, ഞാൻ ഇനി മിണ്ടുന്നില്ലേ, പോരെ. തന്നെയുമല്ല, നിന്നെ ഞാൻ എൻ്റെ ഒരു കുറുമ്പി അനിയത്തിയായിട്ട് കണ്ടിട്ടുള്ളൂ. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ രണ്ട് കൂട്ടർക്കും ഈ കല്യാണം മുടക്കേണ്ടത് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്ലീസ് ചിന്നുസൻ, നീ എന്തെങ്കിലും ചെയ്ത് കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി തരണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. അതിന് നിനക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ ചോദിച്ചാൽ മതി. ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാം. ഓക്കെ ശരിടാ ചിന്നുസൻ, എന്നാ ഞാൻ എന്നാൽ മീറ്റിംഗ് റൂമിലേക്ക് പോവാം. നീ എന്നാൽ അങ്ങോട്ട് വന്നേ കേട്ടോ. ഓ ബാബാ, നമുക്കെന്നാ അങ്ങോട്ട് പോവാം. മിന്നുവിനിപ്പോൾ മനസ്സിലായിട്ടുണ്ട് കിച്ചുവേട്ടൻ അവളെ ഇപ്പോഴും എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. അത് അല്ലെങ്കിലും ചിന്നു, അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം അവർക്ക് എത്രത്തോളം പരസ്പരം ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ അവർ എന്തിനേ ഈ വാശി വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തെ. സാരല്ല, അവരുടെ വാശി അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും വഴി കാണാന്നേ. തരൂ, നമുക്കെന്നാ മീറ്റിംഗ് റൂമിലേക്ക് ചെല്ലാം. ചിന്നു, നീ വരുന്നില്ലേ? ആ ഇതാ വരുവാ, നിങ്ങൾ നടന്നോ. എടാ തരൂ. എന്താടി ചിന്നു? നീ ഒന്ന് അവരുടെ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി. ഇതെന്താടി ചിന്നു, ഇത് സ്റ്റെയറിംഗ് കോൺടെസ്റ്റോ? കൊള്ളാലോ. ആ സ്റ്റെയറിംഗ് കോൺടെസ്റ്റ് ഇപ്പം ഞാൻ ശരിയായി കൊടുക്കാം. ഒരു മിനിറ്റ്. അയ്യോ ചിന്നു, എന്താ പറ്റിയേ? ചെറുതായിട്ടൊരു ചുമ വന്നതാ, ഇപ്പം ശരിയായി. ഇടയ്ക്ക് ദേ വേമസാറിൻ്റെ മാനേജർ വന്നിട്ടുണ്ട്. വേമസാർ വന്നില്ലേ? ഇല്ല, മാനേജർ മാത്രമേ ഉള്ളൂ. ആൾക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. ആണോ? എന്നിങ്ങോട്ട് കയറി വരാൻ പറയും. ആടാ, ഞാനിപ്പോൾ പറഞ്ഞുവിടാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ് സർ. വേമസാർ വന്നില്ലേ സർ? വേമസാറിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സാറിന് വരാൻ പറ്റില്ല. പകരം സാറിൻ്റെ നെഫ്യോ വരുന്നത്. ആ സാർ ഇപ്പോൾ തന്നെ വരും, ഒരു 5 minutes എത്തുന്ന പറഞ്ഞേ. ആ ഇത് സാർ വന്നു എന്ന് തോന്നുന്നു. മേ കം ഇൻ? യെസ് സർ, പ്ലീസ് കം ഇൻ. സച്ചു, നീ എന്താ ഇവിടെ? സച്ചു, എടാ തരൂ, ഇനി ആ സച്ചു ആണോ ഈ സച്ചു? ഇവരുടെ രണ്ടുപേരുടെയും എക്സ്പ്രഷനും റിയാക്ഷനും കണ്ടിട്ട് എനിക്കാണെന്നാ തോന്നുന്നേ. ഹായ് ജുവൽ, ഹൗ ആർ യു? ഐ എം ഫൈൻ, താങ്ക് യു. പക്ഷെ നീ എന്താ ഇവിടെ? നീ എന്താ അമേരിക്കൻ തിരിച്ചു വന്നേ? നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. വന്നിട്ട് നീ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. അല്ല, വേമസാറിൻ്റെ നെഫ്യൂ വരും എന്നാണല്ലോ മാനേജർ സാർ പറഞ്ഞത്. നീയാണോ വേമസാറിൻ്റെ നെഫ്യൂ? എൻ്റെ ജുവൽ, കാം ഡൗൺ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് ആൻസർ പറയുന്നത്? ഓരോന്നോരോന്നായിട്ട് ചോദിക്കുക. ഓ ഐ എം സോറി സച്ചു, ഞാനിവിടെ പെട്ടെന്ന് നിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടപ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചോദിച്ചു പോയതാ. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീക്ക് എത്തിയടാ അമേരിക്കയിൽ നിന്ന്. പിന്നെ മാനേജർ പറഞ്ഞ വേമസാറിൻ്റെ ആ നെഫ്യൂ ഞാനാണ്. ഓ, ഇവനെന്തിനാണോ ഇപ്പോൾ ഇങ്ങോട്ട് കിട്ടിയിരുന്നുള്ളേ? ഞാനിവിടെ പലപോലെ ഇരുന്നിട്ട് ഇവന് കാണാൻ വയ്യേ. അവളോട് മാത്രമേ ഇവന് സംസാരിക്കാൻ പറ്റുള്ളൂ, അവളെ മാത്രമേ ഇവന് കണ്ണി കാണുള്ളൂ. വാ, അടിപൊളി. എടത്തരൂ, നീ ഒന്ന് കിച്ചണിന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ചെലസ് നിറഞ്ഞൊഴുകുക.
ആണോ? എന്നിട്ട് നീ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ വേമസന്റെ പൊസിഷൻ നീയാണോ ഹാൻഡിൽ ചെയ്യുന്നേ? ആടാ, ഞാൻ വന്നപ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കി നടത്തുന്നത്. വെളിച്ചന് തീരെ വയ്യടാ. വെളിച്ചൻ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ പുള്ളി റെസ്റ്റ് എടുക്കുക. ഓ ആണോ? അപ്പൊ ഇനി പ്രൊജക്റ്റും നീയാണോ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നേ? അതെ, ഇനി ഈ പ്രൊജക്റ്റിന്റെ ഡീലിങ്സ് എല്ലാം ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓ, ഇനിയിപ്പോൾ ഈ പ്രൊജക്റ്റ് തീരുന്ന ഒരു ഈത്തണ്ടീനെ ഞാൻ സഹിക്കണം. ആഹാ, സൂപ്പർ. ആ കിച്ചുവേട്ടാ, സുഖമല്ല കിച്ചുവേട്ടന്? ആ സച്ചു, സുഖമായിട്ടിരിക്കണം. ഇതെന്താ കിച്ചുവേട്ടാ എന്നെ കണ്ടിട്ട് മുഖത്തൊരു സന്തോഷമില്ലാത്ത? എന്താ ദേഷ്യഭാവത്തോടെയൊക്കെ നോക്കുന്നേ? നിങ്ങളുടെ മാരേജിന് വരാത്തോണ്ടാണോ എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നേ? മാരേജോ? ഇവനെന്താടി ചിന്നു അങ്ങനെയൊക്കെ പറയുന്നേ? ആ അത് തന്നെ ഞാനും വിളിക്കുന്നേ. ഇവരുടെ മാരേജോ? അതെപ്പോ? അല്ല, നിങ്ങളുടെ ബേബിക്ക് സുഖമല്ലേ? കുഞ്ഞു എന്ത് പറയുന്നു? കുഞ്ഞു ഉണ്ടായ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഒരു ദിവസം ഞാൻ ലേക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു ജുവലിന് സുഖമല്ലേ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് കുഞ്ഞുണ്ടായ കാര്യമൊക്കെ ലേൻ്റെ അടുത്ത് പറയുന്നത്. ഇവൻ ഇവിടുന്ന് പോയതല്ലേ, പിന്നെ എന്തിനാ ഇവളുടെ കാര്യമൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത്? അല്ല, എന്നിട്ട് ബേബി എന്ത് പറയുന്നു? പപ്പയും മമ്മയായിട്ട് ലൈഫൊക്കെ അടിച്ചു പൊളിക്കുമല്ലേ കുഞ്ഞൂസ്? സച്ചു, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല. മാരേജ് കഴിഞ്ഞിട്ടില്ലേ? അതെന്ത് പറ്റി? ലേ എന്നിട്ട് അതിനെപ്പറ്റി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാടാ. ഇപ്പം നമുക്ക് കോൺട്രാക്റ്റിൻ്റെ കാര്യം സംസാരിക്കണ്ടേ? നിനക്കായാലും ഓഫീസിലേക്ക് തിരിച്ചു പോകേണ്ടതല്ലേ, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവത്തില്ലേ? ഓ അത് ശരിയാ. നിങ്ങളൊക്കെ വീണ്ടും കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയി. എന്നാൽ നമുക്ക് കോൺട്രാക്റ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ശരി, എന്നാൽ നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. കിച്ചുവേട്ടാ, എന്നാൽ ഞാൻ പോട്ടെ? ശരി സച്ചു. ജുവൽ, എന്നാൽ ഞാൻ ഇറങ്ങും കേട്ടോ. ഓക്കെ സച്ചു, ബൈ. ഇവന് കെട്ടിപ്പിടിച്ചിട്ടല്ലാതെ ബൈ പറയാൻ പറ്റില്ലേ? തരൂ, എന്നാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ആ ജുവൽ, പോകാം. ചിന്നു, എന്നാൽ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ആ മിന്നു. ഏട്ടാ ഞങ്ങളൊന്ന് പോവാണേ. എടി ചിന്നു, നമുക്ക് ഇന്നെങ്കിലും മിന്നുൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ? കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടുപേരും അതിൻ്റെ ഓരോ തിരക്കിലായിപ്പോയി. ഇന്നെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ദിവസങ്ങൾ പോകുന്നതോറും നമ്മുടെ കയ്യിലുള്ള ടൈമും കുറഞ്ഞുകൊണ്ടിരിക്കുക. ആടെ ശരിയാണ്, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഓരോ തിരക്കിപ്പെട്ട് പോയല്ലോ നമ്മള്. ഇന്ന് എന്തായാലും നമുക്ക് പോയി സംസാരിക്കാട്ടോ. ഇനി ഇത് നീട്ടി വെക്കണ്ട, അത് ശരിയാവില്ല. ആടാ ഓക്കെ, എന്നാ നീ വൈകിട്ട് വീട്ടിലേക്ക് വായോ. ശരി ചിന്നുസേ, എന്നാ ഞാൻ വെക്കുവാണേ. ഓക്കേടാ. ഏട്ടാ, നിന്നെ മമ്മി വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നുടാ. എൻ്റെ മമ്മിക്ക് എന്തോ പറ്റി? ചിന്നുവിനെ കൊണ്ട് വേഗം കൂടി ചെല്ലാൻ പറഞ്ഞു. എന്നോടും പറഞ്ഞായിരുന്നു. നീ എന്തായാലും ചിന്നുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വാ. ഞാനും മിന്നുമായിട്ട് ഇറങ്ങാൻ നിൽക്കുക. നീ അവളോട് എന്തായാലും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ലടാ, ഞാൻ പറയുന്നില്ല. നമുക്ക് ചെന്നിട്ട് നോക്കാം എന്താന്ന്. എന്നാൽ ശരി ഏട്ടാ, ഞാൻ വെക്കുക. നീ എന്നാ കൂടി ചിന്നുവിനെ കൊണ്ട് വായോ. ആടാ. ചിന്നു മോളെ. കിച്ചുവേട്ടാ, മമ്മിക്ക് എന്താ പറ്റിയേ? അത് പിന്നെ ചിന്നു. പറയേട്ടാ, എൻ്റെ മമ്മിക്ക് എന്താ പറ്റിയേ? എനിക്കും അറിയില്ലടാ. എന്നോട് മമ്മി വിളിച്ചിട്ട് വേഗം കൂടി ചെല്ലാൻ മാത്രമേ പറഞ്ഞോളൂ, നിന്നെയും കൂട്ടിയിട്ട്. എൻ്റെ ഈശോയെ, എൻ്റെ മമ്മി. എടാ, നീ വിഷമിക്കാതിരിക്കുക. ഒന്നും കാര്യമായിട്ട് പറ്റിക്കാണില്ല. നമുക്കെന്നാ അങ്ങോട്ട് പോവാൻ പാ. മമ്മി, 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 എന്താ പറ്റിയേ മമ്മിക്ക്? മമ്മി. ഓ, എന്താണ് പെണ്ണിങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ മമ്മിക്ക് എന്തോ പറ്റിയെന്ന് സാറ് മമ്മി പറഞ്ഞു, കിച്ചുവേട്ടൻ പറഞ്ഞു. മമ്മി, മമ്മി, എന്താ മമ്മി പറ്റി? ഓ എൻ്റെ പൊന്നു മക്കളെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ല, അപ്പോൾ തരും മമ്മിക്ക്. നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, നിങ്ങളുടെ മമ്മിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ 4 പേരെയും കൂടെ ഒരുമിച്ച് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു കള്ളം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എൻ്റെ സാറ് മമ്മി അതിന് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ എന്തിനാ വെറുതെ ഇങ്ങനത്തെ കള്ളൊക്കെ പറയുന്നത്? വെറുതെ മനുഷ്യനെ നല്ല ജീവൻ അങ്ങോട്ട് കളയാനായിട്ട്. ഓ പിന്നെ ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ 4 പേരെ എനിക്ക് കാണണം, 4 പേരും കൂടി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ വരാൻ നിൽക്കുമല്ലേ? പ്രത്യേകിച്ച് കിച്ചു മിന്നും, അവർക്ക് ഓഫീസിലെ വർക്ക് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ. അവരൊട്ടും വരത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ഒരു കള്ളം പറഞ്ഞ്. സോറി. എൻ്റെ മമ്മി എന്തിനാ ഇപ്പോൾ ഈ കള്ളം പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വിളിച്ച് വരുത്തേ? അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിനാ. ഇമ്പോർട്ടൻ്റ് കാര്യമോ? അതെന്ത് ഇമ്പോർട്ടൻ്റ് കാര്യമോ മമ്മി? പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. എൻഗേജ്മെൻറ്റോ? യു ബ്ലഡി തന്തപ്പടി. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിങ്ങളെ കണ്ട് സംസാരിച്ചതല്ലേ ഉള്ളൂ. ഒരു വാക്കിൻ്റെ അടുത്ത് മുൻകൂട്ടി പറയാറുന്നില്ലേ നിങ്ങൾക്ക്? എടാ, ഞാനും കണ്ടില്ലായിരുന്നടാ. എനിക്ക് ഇക്കാര്യം അറിയില്ലായിരുന്നു. കുറച്ച് മുന്നേ സാറമ്മ എന്നോട് തന്നെ ഇക്കാര്യം പറയുന്നത്. പപ്പയ്ക്ക് ഞാൻ തരാട്ടാ. പപ്പ അത്രേ. പപ്പ വാട്ട്?
ഞങ്ങളുടെ എൻഗേജ്മെന്റോ? മമ്മി എന്തേ പറയുന്നേ മമ്മി? എന്തേ എൻ്റെ പൊന്നുമോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്താമെന്ന് ഇപ്പോൾ ഇവിടെ വെച്ച്. നമുക്ക് മാരേജ് ഒരു വലിയ ഫംഗ്ഷനായിട്ട് നടത്താം. എൻഗേജ്മെന്റ് നമ്മൾ മാത്രമായിട്ട് ഒരു റിംഗ് എക്സ്ചേഞ്ചിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളുടെ ഒരു റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ പോവാ ഞങ്ങള്. മമ്മി എന്തേ പറയുന്നേ? എനിക്ക് കഴിഞ്ഞ ആഴ്ച മാരേജ് ഫിക്സ് ചെയ്തല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എൻഗേജ്മെന്റോ? ആ അതെ, അതിനിപ്പോൾ എന്താ? ഇനി എൻ്റെ മക്കളെ ഞാനിങ്ങനെ കെട്ടയച്ച് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കൈയോടെ പിടിച്ചങ്ങ് എൻഗേജ്മെന്റ് നടത്താമെന്ന് വെച്ചത്. എടാ തരൂ, റിംഗ് എക്സ്ചേഞ്ച് എന്നും എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുന്നു. നമ്മൾ പെട്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഇത് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നതാണെങ്കിലും ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളിനി എന്ത് ചെയ്യും? ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലടാ. തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെ പോട്ടേന്ന് വെക്കാം. എൻഗേജ്മെന്റ് അല്ലേ, കല്യാണമൊന്നും അല്ലല്ലോ. എടാ ദുഷ്ട, ഇങ്ങനെ പോണെങ്കിൽ നീ കല്യാണത്തിന് ഇങ്ങനെ തന്നെ പറയുമല്ലോടാ. എന്നെങ്ങാനും തേക്കാൻ നിനക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നോക്കിക്കോ, നിന്നെയും കൊല്ലം ഞാനും ചാവും. എന്റെ ചിന്നു, കല്യാണം ആയിട്ടില്ലല്ലോ അതിന് ഇനി സമയമുണ്ടല്ലോ. അതിനുള്ളിൽ നമുക്ക് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും നീ ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെ പോവാണെങ്കിൽ സാറ് മമ്മി കല്യാണവും പെട്ടെന്ന് തന്നെ നടത്തുന്നേ നോക്കിക്കോ. എന്റെ പൊന്നു ചിന്നു, നീ ഇങ്ങനെ നെഗറ്റീവ് പറയാതിരിക്കേ. പക്ഷെ മമ്മി... ഒരു മമ്മിയില്ല, നീ മിണ്ടണ്ടകിച്ചു. ഇത്രയും നാൾ കാര്യങ്ങൾ നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു തന്നു. നീ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. പക്ഷെ ഇനി ഞങ്ങൾ കാര്യങ്ങൾ പറയും, അത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. നിങ്ങളുടെ എൻഗേജ്മെന്റ് മാത്രമല്ല ഇത്ര പെട്ടെന്ന്, കല്യാണവും 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മമ്മി 2 ആഴ്ചയോ? ഇത്ര പെട്ടെന്ന്? ഒരു പെട്ടെന്നും അല്ല. ഇനിയും നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. കണ്ടോ ഇപ്പൊ എന്താ? ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ? ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നെഗറ്റീവ് പറയുമെന്നാ. ഇപ്പൊ എന്താ നിനക്ക് സമാധാനമായോ? എന്റെ ചിന്നു, നീ ടെൻഷൻ ആവാതെ നീ സമാധാനപ്പെട്. നമുക്ക് എന്തെങ്കിലും വഴി കാണാം. ചിന്നുമോളെ ഇങ്ങ് വന്നേ. കിച്ചു, ഈ റിങ് എടുത്ത് ചിന്നുമോളുടെ കയ്യിൽ ഇട്ട് കൊടുത്തേ. മമ്മി, നിന്റെ അടുത്ത് റിങ് ഇട്ട് കൊടുക്കാനാ പറഞ്ഞ, മര്യാദ ഇട്ട് കൊടുത്തേ. ചിന്നു, റിങ് നീയും കിച്ചുമോന്റെ കയ്യിൽ ഇട്ട് കൊടുത്തേ. തരൂ മോനെ, വാ. ഇന്നാ റിങ്, ഇത് മിന്നുമോളുടെ കയ്യിൽ ഇട്ട് കൊടുത്തേ. മിന്നുമോളെ കൈ കാണിച്ചു കൊടുക്കടാ. ഇതേത് റിങ്ങാ? അത് സാറമ്മ. ഓ എൻ്റെ സാറമ്മ, നിനക്ക് ഓർമ്മയില്ലേ അവള് ജീവനെ പോലെ കൊണ്ടുനടക്കുന്ന ആ മോതിരം? അത് ഒരിക്കൽ പോലും അവളുടെ കയ്യിൽ നിന്ന് ഊരി വെക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഡെലിവറി ടൈമിൽ പോലും ഇത് ഊരി വെക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്, നീ ഓർക്കുന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ട് എന്നമ്മോ. ഡെലിവറിക്ക് പോകുമ്പോൾ ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അന്ന് ഒരുപാട് പറഞ്ഞിട്ടാണ് ഈ റിങ് ഒന്ന് ഊരി മാറ്റാൻ മിന്നു സമ്മതിച്ചേ. ഡെലിവറി കഴിഞ്ഞിട്ട് ഇവളെ റൂമിലേക്ക് മാറ്റിയപ്പോഴായാലും ഇവള് ആദ്യം അന്വേഷിച്ചത് കുഞ്ഞൂനെ അല്ല, അവളുടെ റിങ് എവിടെയെന്നാ. ഇതിനു വേണ്ടി മാത്രം എന്താ മോളെ ഈ റിങ്ങിലല്ലേ? ആര് തന്നതാ മോക്കി റിങ്? അത് അത് ഞാനും ചോദിച്ചായിരുന്നു സാറമ്മോ, ഈ മോതിരം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി മാത്രം ഇത് ആര് തന്നാന്ന്? ഏതോ ഒരു ഫ്രണ്ട് കൊടുത്താന്നാണ് അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അയ്യോ, ഈ റിങ് ഒരു തവണ പോലും അവൾ ഊരി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം എന്തോ ഒരാഴ്ചത്തിന് വേണ്ടിയിട്ട് ഇവളത് ഊരി വെച്ചിട്ട് കുഞ്ഞു ഈ റിങ് എടുത്ത് കളിച്ച് അത് അവൾ എവിടെയോ കൊണ്ടിട്ടു. എന്നിട്ട് അതിൻ്റെ പേരിൽ കുഞ്ഞുവിനെ ഇവൾ എന്തോരം വഴക്ക് പറഞ്ഞെന്നറിയോ, കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞിട്ട് ഈ വീട് മുഴുവൻ ഇവൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു റിങ്. അവസാനം അവൾ കണ്ടുപിടിച്ചു. അപ്പോഴാ ഒന്ന് സമാധാനമായി അവൾക്ക്. ആഹാ, ഇത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവാനായിട്ട് ഏത് ഫ്രണ്ടാ മോളെ മോക്ക് ഈ റിങ് തന്നേ? അത് സാറമ്മി. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പം മോളെ മോതിരൂര്. ഈ വിരലിലല്ലേ മോളെ എൻഗേജ്മെന്റ് റിങ് ഇടണ്ടേ? അത് മമ്മി, ഞാൻ ഇപ്പുറത്തെ കയ്യിലിട്ടാ പോരെ സാർ മമ്മി? ഏയ്, അത് പറ്റില്ല. ഈ കയ്യിൽ ഈ വിരലില ഇടണ്ടേ. മോള് വേണമെങ്കിൽ ഈ റിങ് എടുത്ത് അപ്പുറത്തെ കയ്യിലെ വിരലിലിട്ടോ. സാർ മമ്മി പ്ലീസ്. അങ്ങനെ പറയല്ലേടാ മോൾ, അതൊരു അപ്പുറത്തേക്ക് ഇട്. നിനക്ക് എന്താണ് മിന്നു അതൊരു അപ്പുറത്തെ കയ്യിലേക്ക് ഇട്ടാ? നിന്നോട് അതുകൊണ്ട് കളയാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പുറത്തെ കയ്യിലേക്ക് മാറ്റിയിടാനല്ലേ പറഞ്ഞോളൂ. എൻഗേജ്മെന്റ് റിങ് ഇടാനല്ലേ. അത് മര്യാദക്ക് ഒരു അപ്പുറത്തേക്ക് ഇട്ട മിന്നു. മമ്മി
ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ മിന്നു. മര്യാദ ദൂരെ അപ്പുറത്തിട്ടെ, വെറുതെ അവരുടെ സമയം കളയല്ലേ. കുറേ നേരമായി തരുമോൻ അവിടെ ആ മോതിരം കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ടോ. മര്യാദ അല്ലെങ്കിൽ ഞാനത് ഊരി വലിച്ചിട്ട് എങ്ങോട്ടെങ്കിലും കളയും കേട്ടോ മിന്നു. നിനക്ക് ആ മോതിരം വേണമെന്നുണ്ടെങ്കിൽ അത് ഊരി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വിരലോ അല്ലെങ്കിൽ അപ്പുറത്തെ കയ്യിലേക്ക് കിട്ടോ, അല്ലെങ്കിൽ ഞാനത് എങ്ങോട്ടെങ്കിലും കളയും, ഉറപ്പാ. ഓ എൻ്റെ അന്നമ്മ നീ ഇങ്ങനെ ബഹളം വെക്കാതിരിക്കുക, അവളത് മാറ്റി ഇട്ടോളൂ. പിന്നെ എത്ര നേരമായി ചായ ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്? ആ അന്നമ്മ ഒന്ന് സമാധാനപ്പെട്. മിന്നു മോളെ, മോളത് ഊരിയിട്ട് അപ്പുറത്തേക്ക് ഇടും മോളെ. കോശി പപ്പയല്ലേ പറയുന്നേ. അല്ലെങ്കിൽ പിന്നെ മോളതെടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോ, മോക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ. ഇപ്പം അതെന്തായാലും ഊരി മാറ്റും മോളെ. എൻഗേജ്മെന്റ് റിങ് ഇടണ്ടേ? ഇന്നാ റിങ് നീ ഇത് എന്നാ തരുമോന്റെ കയ്യിലിട്ട് കൊടുക്ക്. അപ്പോൾ അതങ്ങനെ ഭംഗിയായി കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്ന സൺഡേ ഇവരുടെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്താലോ? എന്ത് പറയുന്നു മാത്യച്ചായ? ആ എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. നിനക്ക് ഓക്കെ അല്ലേ കോശി? ഓ പിന്നെന്താ, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാ. മിന്നൊന്നവിടെ നിന്നേ. ചേട്ടാ, കാര്യങ്ങളൊക്കെ ഇത്രയും വരെ എത്തിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ? ഇനിയെങ്കിലും നിനക്ക് സത്യങ്ങളൊന്ന് തുറന്ന് പറഞ്ഞൂടെ മിന്നു? നിനക്ക് അറിയാമായിരിക്കുമല്ലോ തരും ചിന്നും തമ്മിൽ റിലേഷനിലാണെന്നുള്ളത്. ഇനി അവരുടെ റിലേഷൻ നിനക്ക് സ്പോയിൽ ചെയ്യണോ? എൻ്റെ അനിയൻ്റെ ജീവിതം കൂടി നിനക്ക് ഇനി പാഴാക്കണോ? എൻ്റെ ജീവിതമോ നീ ഇങ്ങനെയാക്കി, എൻ്റെ അനിയൻ്റെ ജീവിതം കൂടി നശിപ്പിക്കാനാണോ നീ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്? അത് അഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ അനിയൻ്റെ ജീവിതം മാത്രമായിരിക്കില്ല മിന്നു, നിന്റെ സിസ്റ്ററിൻ്റെയും കൂടി ആയിരിക്കും. അത് നീ ഓർത്തോ? എന്തിനാ മിന്നു ഈ വാശം വെച്ചുകൊണ്ടിരിക്കുന്നു? ഒന്ന് പറഞ്ഞൂടെ നിനക്ക്? കുഞ്ഞിൻ്റെ പപ്പ ആരെന്ന് പറഞ്ഞ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നീ കല്യാണത്തിന് സമ്മതമല്ലെന്നെങ്കിലും പറയേ. ഡൈച്ചു നീ എന്താ ഇവിടെ? അത് മമ്മി, ഞാൻ നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മിനിമോളോട് ഈ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ അവളെ വേദനിപ്പിക്കരുതെന്ന്. മമ്മി നീ ഒന്നും പറയാൻ നിൽക്കണ്ട, മരക്ക് പോവാൻ നോക്കിച്ചു. ഓ മോൾ അതൊന്നും കാര്യക്കണ്ട, മോള് ചെല്ലാൻ നോക്ക്. കിച്ചു നീ എവിടെ പോവാ? എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്, ഞാൻ ഓഫീസിലേക്ക് പോവാം. എന്നാ പൊക്കോ. പക്ഷെ നീ നേരത്തും കാലത്തും വീട്ടിലേക്ക് വന്നേക്കണം വൈകിട്ട്. ആ തരൂ, ഇനിയും നമ്മൾ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇത് പ്രശ്നമാവും. നമുക്ക് ഇപ്പം തന്നെ മിന്നിൻ്റെ അടുത്ത് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ. ആടി, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചായിരുന്നു. എന്നാ വാ, നമുക്ക് മിന്നിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. കിച്ചോടെ പോയി ചായ? ആ അവന് ഓഫീസിലെന്തോ വർക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ഓഫീസിലേക്ക് പോയി. ആ ആണോ, ശരി. അല്ല അന്നമ്മോ, കുഞ്ഞു വന്നില്ലേടി? ഓ വന്നിട്ടുണ്ട്, അവളതേ അകത്തിരുന്ന് കളിക്കുമായിരുന്നു. ഇപ്പം അതേ അടുക്കളയിലേക്ക് പോകുന്നുണ്ടു. എന്തിനാണാവോ? അത് ചിലപ്പോൾ അവള് വെള്ളം കുടിക്കാൻ പോയതായിരിക്കും എന്നമ്മേ. അതെന്ത് മുതലാന്നറിയോ ആ സാധനം? കാന്താരി. അത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഓർക്കും ചിലപ്പോൾ അവൾ കളിക്കുമായിരിക്കും എന്ന്. പക്ഷെ അവസാനം എന്തെങ്കിലും പൊട്ടുന്നേം ചീറ്റുന്ന സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നേ ഇങ്ങനെ എന്തെങ്കിലും പണി ഒപ്പിക്കാനായിരുന്നു എന്ന്. പിള്ളേരല്ലേ, കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങനെയല്ലേടി. ആ അത് ശരിയാണ്. അവളിങ്ങനെ ഓരോ കുറുമ്പ് കാട്ടി നടക്കുന്നതുകൊണ്ടാണ് ഈ വീട്ടിലൊരു ഒച്ചനക്കൊക്കെ ഉള്ളതും പിന്നെ ഞങ്ങൾക്കായാലും സമയം പോകുന്നതും. എന്തെടുക്കുമെന്നാവോ ആ സാധനം? ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാട്ടോ. മിന്നു നീ എന്നോട് നിന്നേ, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. എന്താ? മിന്നുസേ, ഇനിയെങ്കിലും ഞങ്ങളോട് പറയൂ കുഞ്ഞിൻ്റെ പപ്പ ആരാന്നുള്ളത്. കാര്യങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ മിന്നു? ഇനിയും നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ് കാര്യങ്ങൾ ഇതിലും വഷളാവത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓൾറെഡി മിക്ക കാര്യങ്ങളും അറിയാം മിന്നു. ഞങ്ങൾ ജാക്സൺ ചേട്ടനെ പോയി കണ്ട് സംസാരിച്ച് നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി ക്ലാരിറ്റി വരാനുണ്ട്. അന്ന് രാത്രി ശരിക്കും എന്താ സംഭവിച്ചേ? നീ സച്ചുവിൻ്റെ കൂടെ പോയായിരുന്നോ അന്ന്? അല്ലെങ്കിൽ നീ പോയിട്ട് തിരിച്ചു വന്നാണോ? ഞങ്ങൾക്കത് അറിയണം മിന്നു. അന്ന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നീ തന്നെ പറയും. നീ പറയുന്ന ബാക്കി കാര്യങ്ങൾ വെച്ചിട്ടേ ഞങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഇനിയൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിനക്ക് കിച്ചുവേട്ടനെ എത്രത്തോളം ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ളത് നിന്റെ ആ കൈ കിടക്കുന്ന റിങ് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും മിന്നു. അതന്ന് കിച്ചുവേട്ടൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ നിനക്ക് ഇട്ട് തന്ന റിങ് അല്ലേ? അത് ഞങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല കിച്ചുവേട്ടനായാലും നിന്നെ എത്രത്തോളം ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ളതും നിനക്കറിയാലോ മിന്നു. അന്ന് ഞാനാണെന്ന് വിചാരിച്ച കിച്ചുവേട്ടൻ നിന്റെ അടുത്ത് വന്ന് കല്യാണക്കാര്യം മുടക്കുന്ന കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ അതൊന്നുകൂടി നിനക്ക് ബോധ്യമായതല്ലേ? ഞങ്ങളും കേട്ടായിരുന്നു അത്. അതുകൊണ്ട് നീ ഇനിയെങ്കിലും സത്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയും മിന്നു. മിന്നുസെ പ്ലീസ് ടാ, ഒന്ന് പറയടാ. ശരിക്കും കിച്ചുവേട്ടൻ തന്നെയാണോ കുഞ്ഞിൻ്റെ പപ്പ? ആണെങ്കിൽ അതെങ്ങനെ? എന്താ ശരിക്കും സംഭവിച്ചേ? നിങ്ങൾ തമ്മിൽ റിലേഷൻ ആണെന്നുള്ളത് അന്ന് കിച്ചുവേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഐ എം റിയലി സോറി. ഞാൻ കാരണം നിങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ സാറും മമ്മിയെ വിളിച്ച് സംസാരിച്ചതാ ഈ കല്യാണം വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ സാറും മമ്മി എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷേ മമ്മി ഒരു കാരണവശാലും അടുക്കുന്നുണ്ടായിരുന്നില്ല. സാറും മമ്മി ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് വേറെ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഹെൽപ്ലെസ് ആയി നിൽക്കുന്നത്. ഐ എം റിയലി സോറി. ഇല്ല മിന്നുസേ, നീ ഞങ്ങളോട് സോറി ഒന്നും പറയണ്ട. ഇവിടെ നമ്മുടെ ആരുടെയും ഭാഗത്ത് തെറ്റില്ലല്ലോ. തന്നെയുമല്ല, നമുക്ക് മമ്മീനെ ആയാലും കുറ്റം പറയാൻ പറ്റില്ലല്ലോടാ. മമ്മിക്ക് നിന്റെ ആയാലും കിച്ചുവിൻ്റെ ആയാലും ഈ അവസ്ഥ കാണുമ്പോൾ വിഷമം ഉണ്ടാവും. നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും മമ്മി ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുക. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ അന്ന് എന്താ സംഭവിച്ചതെന്ന് നീ ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി. ബാക്കി എന്തെങ്കിലും സൊല്യൂഷൻ ഇതിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം. അതൊന്ന് മിന്നൂസ് ഞങ്ങളോട് പറയാവോ? ഞാൻ പറയാം. അന്ന് രാത്രി അയ്യോ, അന്നമ്മയുടെ സൗണ്ടല്ല കേട്ടെ. അതെ ഞാനും കേട്ടു. മമ്മിക്ക് എന്താ പറ്റിയെന്നാവോ? തരൂ ചിന്നു, നമുക്ക് പോയി നോക്കാം.